നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇത് വീടിന് പുറത്തുനിന്ന് കിട്ടിയതാ. അതെങ്ങനെ എവിടെ നിന്നെന്നറിയണ്ടേ? താക്കോലേ. ഗിരിജേ, ഗിരിജേ, ആ രഞ്ജിനിയോ? വാ. അല്ല, എന്തുപറ്റി? ഗിരിജേ, ഇതെന്റെ മുറിയിൽ വയ്ക്കുന്ന അപകടവാ. പല പ്രാവശ്യം എതിയേട്ട് ഇത് കാണേണ്ടതായിരുന്നു. എതിയേട്ടന്റെ കണ്ണിലെങ്ങാനും പെട്ടാല് അറിയാലോ. ഇതേ ഇവിടെ ഇരിക്കട്ടെ, ഇവിടെയാ സേഫ്. അയ്യോ, അത് പറ്റില്ല. ഇവിടെ വെക്കുന്നത് ഒട്ടും സേഫ് അല്ല. ഒരു കാര്യം ചെയ്യാം, ആരും കാണാതെ ഇത് എവിടെയെങ്കിലും കൊണ്ട് കള. ആ, എങ്കി നീ വാ, എവിടെയെങ്കിലും കൊണ്ട് കളയാം. അയ്യോ, ഞാനെന്തിനാ വരുന്നേ? നീ തന്നെ കൊണ്ട് കളഞ്ഞാ മതി. ഉഫ്, എനിക്കെന്തോ നല്ല തലവേദന. ഞാനൊന്ന് കിടക്കട്ടെ, നീ ചെല്ല്. കൊള്ളാം. എതിയേട്ടൻ എപ്പോഴും പറയും നിന്റെ കൂടെ കൂടുന്നത് അപകടമാന്ന്. സമയവും സന്ദർഭവും പോലെ നീ ഒഴിഞ്ഞു മാറൂന്ന്. എനിക്കിപ്പോ അത് മനസ്സിലായി. ദേ, ഈ പ്ലാനിങ് മുഴുവൻ നടത്തിയത് നീ ഒറ്റ ഒരുത്തിയാ. എന്നിട്ടിപ്പോ ഇത് കൊണ്ടുപോയി കളയാൻ നിനക്ക് വയ്യ അല്ലേ? ഇതെന്റെ മുറിയിൽ ഇരിക്കുന്നതേ പോലീസ് എങ്ങാനും കണ്ടിരുന്നെങ്കിലോ? പ്രധാനപ്പെട്ട തെളിവാ. ഭാഗ്യം കൊണ്ട് പോലീസ് എന്നെ പിടിച്ചില്ല. പക്ഷേ ദർശന വെറുതെ ഇരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവൾ ഇത് കണ്ടുപിടിക്കും. അതിനു മുമ്പ് ഇത് കൊണ്ടുപോയി കളയണം. നീ എന്റെ കൂടെ വരുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ കാര്യങ്ങൾ മുഴുവൻ സുമംഗല ഏട്ടത്തിയോട് തുറന്നു പറയും. അയ്യോ, എനിക്ക് തലവേദന ആയതുകൊണ്ടല്ലേ ഞാൻ അങ്ങനെ പറഞ്ഞത്. നീ എന്തിനാ രഞ്ജിനി ഇങ്ങനെ കാട് കയറി ചിന്തിക്കുന്നത്? വാ, നമുക്കിത് എവിടെയെങ്കിലും കൊണ്ട് കളയാം. വാ. വാ. രഞ്ജിനി, സൂക്ഷിക്കണം. ഇവിടെ ചുവരുകൾക്ക് വരെ കണ്ണുള്ള സ്ഥലം. അതെ അതെ, നടക്ക്. ആരുമില്ല. കളഞ്ഞേക്ക്. കളയേ. അവിടെ കിടക്കട്ടെ. ആശ്വാസമായി. ഇത്രയും നാളും ഞാൻ ആകെ ഭയന്ന് നടക്കുമായിരുന്നു. ഭാഗ്യം, ആരും കണ്ടില്ല. അതെ, വാ പോവാം. രഞ്ജിനി, ആ നശിച്ചവള് വന്നു കയറിയത് മുതല ഈ വീട്ടിൽ നാശം തുടങ്ങിയത്. എങ്ങനെയെങ്കിലും അവളെ അങ്ങ് തീർത്ത് കെട്ടാന്ന് വിചാരിച്ചാ. ഓ, നീ ഒന്ന് പതുക്കെ പറ, ശബ്ദം കേട്ട് ആരെങ്കിലും വരും.
എന്താടാ ഇവിടെ? ഒന്നുമില്ല, ഇച്ചിരി വെള്ളം കുടിക്കാൻ വന്നതാ. ഇനി വല്ലതും പറയാനുണ്ടോ ആർക്കെങ്കിലും? നിന്റെ നാവെന്താ ഗിരിജെ, ഇറങ്ങിപ്പോയോ? നീ കുറച്ചു മുന്നേ നിയമം പറയുന്നത് കേട്ടല്ലോ. പ്രതിക്കും കൂട്ടുപ്രതിക്കും ശിക്ഷയുണ്ട് ഇന്ത്യൻ പീനൽ കോഡിൽ, അത് മറക്കണ്ട. തെളിവ് സഹിതം ദർശനെ അറസ്റ്റ് ചെയ്യാൻ പോയിട്ടും ഞാൻ പരാതിയില്ലാന്ന് പറഞ്ഞു. അതാണല്ലോ നിങ്ങളുടെ മുന്നിൽ ഞാൻ ചെയ്ത അപരാധം. ഞാൻ പോലീസിനെ തിരികെ വിളിക്കാം, തെളിവ് സഹിതം കൊടുത്ത് അറസ്റ്റ് ചെയ്യാൻ പറയാം. ഞാൻ വാങ്ങിയ പാർട്ടി പോപ്പർ മാറ്റി വെച്ചിട്ട് കെമിക്കൽ ചേർത്ത് അതവിടെ വെച്ചത് നിങ്ങളാ. എനിക്കറിയേണ്ടത് അതെന്തിനായിരുന്നു എന്നതാ. എന്തിനാ നിങ്ങളത് ചെയ്തത്? ഏതായാലും ശ്രേയയെ അപകടപ്പെടുത്താനല്ല, പിന്നെ ആരെയാ? എന്നെയോ അതോ ഈ ഇരിക്കുന്ന അമ്മയോ? അയ്യോ ചേച്ചി, അത് വെറുതെ തമാശയ്ക്ക് ചെയ്തതാ. പിറന്നാളല്ലേ, ഒരു തമാശ ആയിക്കോട്ടെ എന്ന് കരുതി. ആ, ഛെ. എന്റെ ഒരു ഫ്രണ്ടിനോട് പറഞ്ഞപ്പോ അവളുടെ അനിയൻ ചെയ്തു തന്നതാ. അതിങ്ങനെയൊക്കെ ആവൂന്ന് ഞാൻ വിചാരിച്ചില്ല. അങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് എനിക്ക് അറിയായിരുന്നെങ്കിൽ എന്റെ മോളുടെ കാഴ്ച പോവുമായിരുന്നോ? ഇങ്ങനെയൊക്കെ പറയാൻ ആരാ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്? പവിത്രൻ സാറോ അതോ യതി സാറോ? ഇന്നലെ പോലീസ് എന്നെ അറസ്റ്റ് ചെയ്യാൻ വന്നപ്പോ ഇതൊന്നും കണ്ടില്ലല്ലോ. എനിക്ക് പറയാനുള്ളത് കേട്ടേ പറ്റൂ. ഇത് തമാശയല്ല. എന്നെയോ ഈ ഇരിക്കുന്ന അമ്മയോ കൊല്ലാൻ വേണ്ടി ചെയ്തതാ. എനിക്ക് നിങ്ങളെ ആരെയും ശിക്ഷിക്കണമെന്നില്ല. എന്റെ നിരപരാധിത്വം തെളിയിക്കണം, അത്രേ ഉള്ളൂ. അത് തെളിഞ്ഞു. അമ്മേ, കുറ്റം ചെയ്തവരെ ശിക്ഷിക്കപ്പെടണം. പോലീസിനെ വിളിക്കേ. ഏട്ടത്തി, ഞങ്ങളൊരു തമാശയ്ക്ക് വേണ്ടി ചെയ്തതാ. അത് ഇങ്ങനെയൊക്കെ ആവുന്നു. കാര്യങ്ങൾ കൈവിട്ടു പോയപ്പോ രക്ഷപ്പെടാൻ വേണ്ടിട്ടാ ദർശനയുടെ തലയിലാക്കാൻ നോക്കിയത്. ചേച്ചി ഞങ്ങളോട് പൊറുക്കണം. ചേച്ചി, സത്യമായിട്ട് ഞാനിത് അറിഞ്ഞിട്ടില്ല. അടിച്ചതിന്റെ കാരണം പൊട്ടിക്കാൻ വേണ്ടത് ഇതാണോടി തമാശ? സ്വന്തം മകളുടെ കാഴ്ച പോലും പോയില്ലേ? ഈ വീട്ടിൽ ചേച്ചിയുടെ പിറന്നാളാഘോഷം നടക്കുമ്പോ അത് അലങ്കോലപ്പെടുത്താൻ ശ്രമിക്കുന്നതാണോ നിന്റെ വലിയ തമാശ? എടീ,